ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. 4 മണിയായപ്പോൾ മക്കൾ സ്കൂളിട്ട് വരാറുമായി. എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കണമെന്നല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് 2 പഴം ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ആ പഴമാണെങ്കിൽ നല്ലോണം കറുപ്പ് കളറായിട്ടുണ്ട്. അതാണെങ്കിൽ മക്കൾ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ അപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ പഴമൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ശേഷം ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഴവും മുട്ടയും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആയിരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് പിഞ്ച് ഉപ്പും പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സ്പൂണുമെന്ന് ഇങ്ങനെ കോരി ഇടുമ്പോൾ ഇങ്ങനെ വിട്ട് കിട്ടണം. ആ രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലിന് പകരം വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടി കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി, പഴം കൂടുതലായിട്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് മെയിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ റസ്ക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 റസ്ക് ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ശരിയായ ഒരു രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ വേണം നമുക്കൊന്ന് കിട്ടാൻ. ഇപ്പോൾ ഇങ്ങനെ കോരി ഇടുമ്പോൾ സ്പൂണുമ്പോൾ ഇങ്ങനെ വിട്ട് വിടണം. ആ രീതിയിൽ വേണം കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതൊന്നും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ടീസ്പൂണായിട്ടാണ് കോരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ലപോലെ തന്നെ വീർത്ത് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ തീയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വേവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കോരിയിടാനായിട്ട്. അപ്പോൾ ഫുൾ മീഡിയം ആക്കാനും പാടില്ല, എന്നാൽ ഫുള്ളായിട്ട് കൂട്ടി വയ്ക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് കോരി ഒഴിച്ച് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് അതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ കറുത്ത പഴം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ റെഡിയായി അതിൻ്റെ ശേഷം ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ പാത്തൂസിനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ സാധനം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അരി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അരി കഴുകി ഉഴുന്നും എല്ലാം കഴുകിയിട്ടാണ് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അരിയും കുറച്ച് ചോറും കൂടി ചേർത്തിട്ട് ഉഴുന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ആ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഉഴുന്നും അരിയും നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരിയിലത്തെ വെള്ളം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അരിയിലത്തെ വെള്ളം ചേർത്തിട്ടില്ല, ഉഴുന്നിലത്തെ വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം അരച്ചെടുക്കാനായിട്ട് ഉഴുന്നിലത്തെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനി ബാക്കി ഉഴുന്നും കൂടി ഒന്ന് അരച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്നായാലും അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് കുറച്ച് കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. മാവ് ലൂസായി പോകരുത്, അപ്പോൾ പൊന്തി വരില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ മാവ് പൊന്താനായിട്ട് ഇതേപോലെ ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിൽ മറക്കി വെക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ആയതിൻ്റെ ശേഷം ഞാനിപ്പോൾ അതേ ചോറ് വൈകുന്നേരം ഞാൻ ഒരുമിച്ചാണ് ചോറ് വെക്കാറ് കേട്ടോ. രാവിലേക്കും വൈകുന്നേരത്തേക്കുള്ള ചോറ് രാവിലെ തന്നെ വെക്കും. അപ്പോൾ ഞാൻ അതൊന്ന് വൈകുന്നേരം തിളപ്പിച്ചെടുക്കാറാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചന്ദനത്തിരി, നമ്മുടെ പൈനാപ്പിളിൻ്റെ ചന്ദനത്തിരിയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. വീട്ടിൽ മുഴുവൻ ഈ സ്മെല്ല് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ മേടിക്കാറ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.